വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനും ജോസേട്ടനും കൂടെ പോയി പൊന്നുവിനെ കൂട്ടിക്കൊണ്ട് വന്നു. വളരെ ഹാപ്പി ആയിട്ട് അവൾ വീട്ടിൽ വന്ന് മുറ്റത്ത് വണ്ടിയെന്ന് വന്ന് ഇറങ്ങുന്നോളം വരെ ഉള്ള ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളെക്കാൾ ഉപരി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പൊന്നുവിൻ്റെ ഈ വരവും ഒക്കെ വലിയൊരു ആഘോഷമാക്കാൻ തന്നെ ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ സന്തോഷമാണ്, നമ്മളെ കഴിഞ്ഞ സന്തോഷം അവർക്ക് തന്നെയാണ്. കാരണം പൊന്നു വരുമ്പോഴത്തേക്ക് പൊന്നുവിനെ കാണാൻ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഇന്നലത്തെ കമന്റ് നോക്കിയാൽ തന്നെ അറിയാം, പൊന്നുകുട്ടിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ഓടി വരിക. പൊന്നുകുട്ടി കണ്ടതിൽ സന്തോഷം. ഒത്തിരി കമന്റ് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ കുറെ പേര് വിളിച്ചും പറഞ്ഞു കേട്ടോ, പൊന്നുമോൾ എത്തിയോ അവളൊക്കെ കാണാനുള്ള ആകാംക്ഷയോട് ഞങ്ങൾ കുറെ കാലമായിട്ട് നോക്കിയിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ മനസ്സ് നിറഞ്ഞ നല്ല ഒരു ദിവസമായിരുന്നു. കാരണം 7 മാസം കഴിഞ്ഞു അവൾ പോയിട്ട്. വർഷത്തിലൊരു ലീവൊക്കെ സാറിന് കിട്ടുള്ളൂ. എന്നാലും ഇപ്പം ഈ ഒരു കുറേ ദിവസത്തേക്കൊക്കെ ലീവ് കിട്ടി. വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ കാണാനായിട്ട് അവൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ വന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള കുറേ നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ആളെത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 1:30 കേട്ടോ. ഞാനും മാളക്കുട്ടി ഉറങ്ങുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് വന്ന് നിൽക്കുക. ഉറങ്ങുമായിരുന്നു കേട്ടോ, പാവം. വിളിച്ച് എണ്ണയിപ്പിക്കുന്നുണ്ട്, കുട്ടിയേട്ടനെ വിളിച്ച് എണ്ണയിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആരാ വന്നേ? എണ്ണിക്കാൻ താമസിച്ചോണ്ടേ ഞാൻ പയ്യെ എടുത്തോണ്ട് ഇറങ്ങിയതായിരുന്നു. ചേറമുളക് കുറയ്ക്കുന്നുണ്ട്. ഞാനേ ഉറങ്ങിയായിരുന്നു നേരം, പിന്നെ എഴുന്നേക്കാൻ താമസിച്ചേ. ആളുടെ കൊച്ചു കൊച്ചു സൗണ്ടൊക്കെ ഉള്ളു, ആരാന്ന് കാണാനില്ലല്ലോ. തലവണ്ണ വഴി കിടക്കുമായിരുന്നു. അയ്യന്നെ ഇനി എന്നെ എന്തിനാ പോവാണോ തിരിച്ച്? ഇറങ്ങുന്നില്ലേ നമ്മ? ലെവലില്ലാന്ന്. അപ്പം ചേട്ടാ ഇറങ്ങുവാ. നല്ല അടിപൊളി പാട്ടാ കേട്ടോ. ഞങ്ങൾ ഈയിടെ ഒത്തിരി ദൂരയാത്ര ചെയ്തായിരുന്നു ഈ വണ്ടിക്ക് തന്നെ. അതെ, എല്ലാം നല്ല സോങ് ആയിരുന്നു, അടിപൊളിയാ. ജോസേട്ടന് പിന്നെ കൂടുതലും മാതാവിന്റെ സോങ്സ് ഒക്കെ. എന്നാ വാ പോര്. ഞാൻ മാത്രമേ ഉള്ളെന്ന് പറ്റിച്ചെന്ന്. അതിന്റെ ഒരു ഞാൻ പിന്നെ കുറച്ചു പിന്നെ ഒന്ന് എണ്ണീറ്റിട്ട് കിടന്നാന്ന് പറയാം. എനിക്ക് അതിന്റെ ക്ഷീണമില്ല. വന്നു വാ വാ. കമ്പിളി, തലവെണ്ണ. അയ്യോ, ഇതാരാ വന്നേക്കുന്നത്? ഇത് നമ്മൾ ഒരു മദാമേനെ കണ്ടോ? ഇരുട്ടായോണ്ട് കാണുന്നില്ല. ഹബീബി, കം ടു ഇടുക്കി. താങ്ക് യു. ഓ, എന്റെ ഫസ്റ്റത്തെ വിഷായിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. അതെ, ബാഗ്. ഇവിടെ നിന്ന് വിളിക്കുക. ചേറാ നിർത്തി ചെല്ല്. എടാ വീഴല്ലേ, കറങ്ങി. ദുബായിന്ന് വന്നിട്ട് കറങ്ങി വേണമെന്ന് പറഞ്ഞ നാണക്കേടാ. അയ്യോ, എന്റെ വീടെന്ന് എന്നെ ചൊറിയുന്നേ. കടലിലേക്ക് കട്ടില് റെഡിയാ. കുളിച്ചില്ലായിരുന്നോ? അമ്മയുടെ തലവണ്ണ അത് ഇതെല്ലാം കൂടെ കൊടുത്തല്ലേ. ഇതിന്റെ വേഷം കണ്ടോ? നല്ല അയ്യോ വേണ്ട എന്റെ പൊന്നെ.
ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോ ഒരു ഷട്ടി പോലും കാണത്തില്ല. അത് വെച്ചോട്ട് പോകും. ഇങ്ങനെയുള്ള സത്യാവസ്ഥകളൊന്നും പറയരുത്. അവര് വരുത്തുന്ന ആ ഇതേ പെട്ടി എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ പെട്ടിയൊക്കെ ഞങ്ങൾ എടുക്കുവാണ്. ഇവിടെ കേൾക്കോടോ ഈ പരിപാടി രാത്രിയില് ഉറങ്ങൊന്നുമില്ല. ഇതേപ്പോ കേറിപ്പോ. അയ്യോ ചെല്ല് കേസല്ലേ. വേറെ 2 മിനിറ്റ് ആലോചിച്ചു ആരാ അവളെ വിളിച്ചേന്ന്. ഞാനാണോന്നൊന്നും അറിയത്തില്ലല്ലോ, അതാ. ഞങ്ങളുടെ വീട്ടിൽ വലിയ മഴ ശല്യം ഇല്ല ചെയ്തു. പാലായി നമ്മൾ ചെന്നപ്പോഴത്തേക്ക് കഴിഞ്ഞു. കാറ്റും മഴ പിടിച്ചിരും. ഇച്ചിരി ഒരു 1.5 മണിക്കൂർ മുമ്പാണ് ഇവിടെ ഒന്ന് ചാറിയത്. പൊന്നുവിന് നല്ല ക്ഷീണമുണ്ട്. കാരണം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ പോകുന്നോണ്ട് അതിന്റെ ക്ഷീണമുണ്ട്. പണിയല്ലേ ഒരു സമയം കഴിഞ്ഞപ്പോ എന്ന് ഉറങ്ങുന്ന സമയമായപ്പോഴത്തേക്കിന് പെട്ടിയൊക്കെ ഇരിക്കുന്നു. കൊറേ അങ്ങ് ഉറങ്ങി. അത് കഴിഞ്ഞ് നിങ്ങളുടെ വർത്താനം കേട്ട് എണ്ണീട്ട് പിന്നെ ഞാൻ കഥ കേട്ടു മൊത്തം. പറയാൻ ചെയ്തു പോയപ്പോ എന്നും ഞങ്ങളുടെ ചെവി അടിക്കുന്നത്. രണ്ടുപേരും പരസ്പരം ചെവി അടിച്ചു നോക്കും. ഇവര് കഥ സംസാരിച്ചില്ല. അങ്ങോട്ട് പോയപ്പോഴായിരുന്നു കാണും. ആ ആണോ? അതെല്ലാം തവണ ഉള്ളതല്ലേ? എടാ ആണ്ടെ പപ്പായ എടുത്തോളൂ. അവിടെ വായോ. ആ നല്ല പെട്ടിയാ അല്ലേ? പൈസ പൊട്ടിയ പെട്ടി, അതുകൊണ്ട് നല്ല പെട്ടി. ആ അമ്മേ ലൈറ്റ് ഒന്ന് ഇട്ടേമ്മേ, ലൈറ്റ് ഇട്ടേമ്മേ. എൻ്റെ കൊച്ചിനെ കാണത്തില്ല. ആ കറുത്തു പോയോ? ഇല്ല ഇല്ല, സുന്ദരിയായിട്ടായിരിക്കുന്നേ. പിന്നെ സുന്ദരനുള്ള പണി വേറെ വരുന്നുണ്ട് കേട്ടോ കൊച്ചേ. അതിനാ ഞാൻ ഇറങ്ങി വന്നപ്പോ ഉണ്ടല്ലോ കഥയും പറഞ്ഞോണ്ടിരുന്നു. സുന്ദരൻ വീഡിയോ എടുത്തില്ലേ? വീഡിയോ കാണുമ്പോ എല്ലാം മനസ്സിലാവും. എല്ലാം മനസ്സിലാവും. ആണോ? ഞങ്ങൾ രണ്ടും കൂടി അവിടെ ചെന്നിട്ട് ഒരു 10 മിനിറ്റേ ആയുള്ളൂ. 10 ചെന്ന് ടോയ്ലറ്റൊക്കെ പോയിട്ട് അവിടെ തിരിച്ചൊന്നും പറയാറുന്നില്ല. ആ ശകലം നിന്നതേ ഉള്ളൂ. അപ്പൊ കാണാതെ വന്നപ്പം പിന്നെ പെട്ടെന്ന് നമ്മള് ഒന്ന് അതാ പാസ് കട്ടൻ കെട്ടുന്ന വന്ന് പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് കണ്ടത്. ഇറങ്ങുന്നത് കണ്ടില്ല വാതകേന്ന്. അപ്പൊ ഇതെല്ലാം ഫോണെല്ലാം എടുത്തു തപ്പി പിടിച്ച് നിങ്ങളെ പിന്നെ എന്തിനാ ഞാൻ വിട്ടേറ്റ അതിന്? അത് ഇവിടെ കൂട്ടിക്കൊണ്ടല്ലേ. ഇത്തിരി കൂടെ വൈകിയിരുന്നെങ്കിൽ ഞാൻ അപ്പുറത്തൂടെ പോയി ഇതും കൂടെ പുറകെ പോയിട്ട് ഞാൻ തോണ്ടിട്ട് വിളിച്ചേനെ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുമോ? ഞാൻ ഓൾറെഡി വണ്ടിയെ സാധനം വെച്ചിട്ടുണ്ട്. വരുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാറുണ്ട്. അതെ സത്യം. അതിന് വേണ്ടിട്ട് അവിടെ വിട്ടുപോയി. എന്നിട്ട് ഇങ്ങനെ കറങ്ങി വന്ന് ഞങ്ങളെ വിളിക്കാനായി. ഞാൻ നോക്കുമ്പോ അപ്പൊ ഓടുവാ. അപ്പൊ പിന്നെ ഞാൻ പിന്നെ സ്ലോ ആക്കി അച്ഛനങ്ങ് പോയി നിന്നിട്ട് വീഡിയോ എടുക്കട്ടെ തോന്നിട്ട്. വണ്ടി ഒന്ന് കാണിച്ചു തരുമായിരുന്നു, ഞാനൊന്ന് കേറായിരുന്നല്ലേ. സീരിയലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ആണ്ടേ അയ്യോ 2 ഉണ്ട്. ഒരെണ്ണേ ഉള്ളല്ലേ? നമ്മള് വൈകിട്ട് കഥ തുറക്കുമ്പോ കയറി വരണം. എന്തായാലും യാത്ര വലിയ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു എനിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നല്ലൊരു യാത്ര ദൂരം തന്നെയായിരുന്നു. ആണോ? പിന്നെ പാലായിലൊക്കെ ഭയങ്കര ശക്തമായ മഴയായിരുന്നു. നിങ്ങള് വൈകിട്ട് വല്ലതും കഴിച്ചോന്നേ? കഴിച്ചോ? എന്നാ കഴിച്ചേ? അത് അപ്പോ ചെറുതായിട്ട് 5-6 ദോശ. അപ്പം ദോശ ആണോ? ഫ്രൈ. ആ അടിപൊളി. വെറൈറ്റി ആയിട്ട് കിട്ടുന്നില്ല. ഹെവി ഫുഡ് ആയിരുന്നു. അതുകൊണ്ട് ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ചായ. നല്ലതായിരുന്നു. ഒരു പുതിയ തട്ടുകടയാണ്. ആണോ? അതെവിടെയായിട്ട്? അത് ഉറങ്ങി വരണം. പെരുമ്പാവൂരൊക്കെ കഴിഞ്ഞ് ഉറങ്ങി. മൂവാറ്റുപുഴയ്ക്കറിയില്ല. മൂവാറ്റുപുഴയ്ക്കും പെരുമ്പാവൂരിനും അറിയാം. അപ്പൊ എന്നാ ഉണ്ടോ വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. അതെ ഉറങ്ങണം. ഞങ്ങൾക്ക് ഇപ്പൊ അത് മാത്രമേ പറയാനുള്ളൂ. ഉറക്കം അതാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്ത് നീ പോലും
കണ്ടോ പിന്നെ താനായിട്ട് കിടക്കുന്നത് ഞാൻ എന്റെ ചേച്ചിയുടെ കൂടെ വേറെ ആരുടെ കൂടെ കിടക്കാനെ ഇപ്പൊ ആദ്യ രാത്രി അവിടെ സ്വസ്ഥമായിട്ടൊന്ന് കിടന്നു ഉറങ്ങട്ടെ. ആരുടെ കൂടെ അവിടെ കിടക്കണേ ഞാൻ ഒറ്റയ്ക്ക് കിടന്നു എവിടെ തന്നെ എന്റെ റൂമിൽ കിടന്നു അയ്യടാ കിടപ്പാടം പോയിട്ട് കുറെ നാളായി 1 മണിയാവും. 1 മണിയാ പോന്നു. ഇനി നല്ലോണം ഒന്ന് ഉറങ്ങുവാണെങ്കിൽ ഒരു 10-11 ആകുമ്പോ എഴുന്നേറ്റാ മതി, ക്ഷീണം അങ്ങ് മാറും. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ഡ്രൈവർ ഉറങ്ങുകയല്ല എന്നാണ് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ. അല്ലേലും ജോസിയായിട്ട് ഉറങ്ങത്തൊന്നും ഇല്ല. ഞാനും പറയാൻ വന്നേ 4 ദിവസമായിരുന്നു രാത്രിയും പകലും. കോഴിക്കോട് എറണാകുളത്ത് നിന്ന് വന്നിട്ട് കുളിച്ച് ഡ്രസ്സ് പോലും മാറിയില്ല. നേരെ കോഴിക്കോട് അവിടുന്ന് വന്ന് അന്നേരം ആലപ്പുഴ. അപ്പോൾ ഉറക്കമെന്ന് പറയുന്നത് 5 ദിവസം 6 ദിവസം കൂടുമ്പോഴെങ്ങാനും ഒരു രാത്രിയിൽ ഉറങ്ങിയാൽ ഇന്നലെ എയർപോർട്ട്, ഇന്ന് എയർപോർട്ട്, നാളെ എയർപോർട്ട്. ഓ എന്റെ അല്ലേ എയർപോർട്ട് കണ്ട എറണാകുളം വൈകിട്ട് എയർപോർട്ട്. ഏറ്റവും കൂടുതൽ എയർപോർട്ട് കണ്ട ഒരു മനുഷ്യനായിരിക്കും ഈ ഇരിക്കുന്നേ അവാർഡ് തരേണ്ടതാണ് ഏറ്റവും കൂടുതൽ. അല്ലേ? സത്യല്ലേ? പക്ഷെ ഇതുവരെ ഫ്ലൈറ്റേ കയറിയിട്ടില്ല. ഇല്ലില്ല, ഒരു ഡൊമസ്റ്റിക് എടുത്താലും നമുക്ക് ഒന്നും എടുക്കേണ്ടി വരും. ആഗ്രഹമുണ്ട്. ഒരു ഡൊമസ്റ്റിക് എടുത്തിട്ട് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പം ഇവരിങ്ങനെ വണ്ടിയിൽ ഇരുന്ന് സംസാരിച്ചപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒരു ഡൊമസ്റ്റിക് എടുത്തിട്ട് ലൈക്ക് ഇപ്പം ട്രിവാൻഡ്രം അല്ലെങ്കിൽ കണ്ണൂർ, കോഴിക്കോട് അങ്ങനെ അങ്ങോട്ടേക്ക് എടുക്കുക, തിരിച്ച് റിട്ടേൺ എടുക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സ്പോസ് ചെയ്യാനായിട്ട് ഒന്ന് പോയി തിരിച്ചു വരാം. വലിയ പൈസ ഒന്നും ആകത്തില്ല. നമുക്കൊന്നും വേണ്ട, നമ്മുടെ ആധാർ കാർഡ് മതി. ആധാർ കാർഡ്, ID കാർഡ് മതി. 25 വർഷമായിട്ട് എയർപോർട്ടിലേക്ക് പോകണ്ടവരെയും വരണ്ടോരെ ദിവസേട്ടൻ പോകുമ്പോഴേ ഗൈഡ് ചെയ്യാൻ നമുക്ക് കുട്ടമ്മനെ പറഞ്ഞിടാം. അപ്പൊ വരുന്നവരും കൂടെ ഓടിക്കോളും വർത്താനം കേൾക്കുമ്പോ. ദുബായിക്കുള്ള ഫ്ലൈറ്റ് കയറ്റി വിട്ടാ അങ്ങ് പോക്കോളൂ. എന്റെ പൊന്നേ, ഡൊമസ്റ്റിക്കിന് ഞാൻ ഒറ്റയ്ക്ക് മതി. നിങ്ങള് വരണ്ടെന്ന്. കോഴിക്കോടോ അല്ലെ ബാംഗ്ലൂരോ പോയിട്ട് വൺ സൈഡ് മതി. ഒയ്യോ ഉറക്കം വരുന്നു. കടിച്ചായ കൊടുക്ക്. ചൂടാ അതിന്. കോഴിക്കുഞ്ഞു പോലെ ഇവല്ലേ ചിരിച്ച് ഫുഡ് കുറച്ചാ. അതെ, പാരമ്പര്യമായിട്ട് ഞങ്ങൾ 100 കിലോയ്ക്ക് മുണ്ടേ. ഇപ്പൊ കൺട്രോൾ ചെയ്ത കൺട്രോൾ ഉണ്ട്. ഒന്ന് കേറി കഴിഞ്ഞാൽ തീർന്നു. കേറി താമസത്തിന് വന്നപ്പോ ഓർക്കുന്നുണ്ടോ 64 കിലോ ഭയങ്കര വണ്ണമായിരുന്നു. അന്ന് അപ്പച്ചിമാരെ പോലെ ആയിരുന്നു. പിന്നെ അന്ന് തൊട്ട് മാറ്റിയതാ. നിന്നെ മോളമ്മയെ വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാതെ ഇങ്ങനെ പോകറ്റി വെച്ചപ്പോ ആ കോള് അച്ചമ്മയ്ക്ക് പിന്നെ അടുത്ത കോള് അത് പാതിരാത്രി എഴുന്നേറ്റ് ആരാ ഹലോ കുട്ടനല്ലേ? കുട്ടനാണല്ലോ, ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലല്ലോ. എന്തായാലും ലൈറ്റ് ഒക്കെ എടുത്തു. ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നങ്ങാണ്ട് ഓർത്താൻ ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ട് വരുവാ, ഇറങ്ങി നിന്നോളാൻ പറഞ്ഞു. കേറി ഇറങ്ങി നിൽക്കുക. എന്റെ പൊന്നേ പാവം. അതെവിടെയാ കൊട്ടേശ്വരി ഒന്ന് വിളിച്ച ഇവിടെ വന്നപ്പോഴാണ് വട്ടാറുന്ന കൊച്ചുകാരക്കാരാണ് സംസാരിക്കുന്നുണ്ട്. അത് എന്നോട് പറയുന്നത് ഞാൻ മാറുന്നില്ലേ? എന്റെ പൊന്നമ്മേ. അതല്ല, എല്ലാം കഴിഞ്ഞിട്ട് ജോസേട്ടൻ്റെ അതിന്റെ ഫോൺ കൊടുത്തു. പപ്പ ഓണാക്കി കൊടുത്തു, വീഡിയോ എടുത്തെന്ന് പറഞ്ഞിട്ട്. ജോസേട്ടനാണെങ്കിൽ ഭയങ്കര കത്തിയടി, ഞങ്ങള് പൂരം കത്തിയടി, ഭയങ്കര പൊക്കി പറയുന്നത്, അങ്ങോട്ട് ഇങ്ങനെ ഭയങ്കര വീഡിയോ എടുപ്പ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ഇല്ല, വീഡിയോ ഓണായിട്ടില്ല. ഇവര് കൊറേ രണ്ടുപേരുടെ പെട്ടികളെ പോകുന്നു. ഞാൻ കൊറേ വീഡിയോ പിടിച്ച് ചെല്ലുന്നു. അങ്ങ് കൊറേ ഒരു 10 മിനിറ്റ് അങ്ങ് പോയിരുന്നു. വീഡിയോ മിസ്സായി. എന്റെ പള്ളി എല്ലാം കിട്ടിയില്ല. അത് മേടിച്ച് നോക്കിയപ്പോഴാണ് കിട്ടിയില്ലെന്ന് മനസ്സിലായേ. അത് സാരമില്ല. എന്നാടോ മുട്ടി ഉരുമിയൊക്കെ പോയിരിക്കുന്നേ? തണുക്കുന്നുണ്ടായിട്ടല്ല. ഇതൊക്കെ എനിക്കൊന്ന് ഭാഗമാകുമോന്ന് ഇനി കൊച്ച്. എത്ര മാസം കൂടി കാണുന്നേ? കഴിഞ്ഞ സെപ്റ്റംബറിലല്ലേ പോയത്? 6 മാസം ആയില്ലല്ലോ. 7 മാസമാകുന്നു.
സാധാരണ അവിടെയൊക്കെ ജോലി ചെയ്യുന്നൊരു വർഷത്തിൽ 15 ദിവസം പോകുന്നത്. ഞാൻ വർഷത്തിൽ 2 വട്ടം 3 വട്ടം വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ എങ്ങനെ വരാതെ? എനിക്ക് എന്നെ കണ്ടോണ്ടിരിക്കണ്ടേ പിന്നെ ഒരു മാസം ഇവിടെ വന്ന് നിന്നിട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു മാസം കഴിയുമ്പോൾ ചോദിക്കും എന്നാ ലീവ് കിട്ടുന്നേ, എന്നാ വരുന്നേ. കൊച്ചിന്റെ മനസ്സ് എപ്പോഴും ചേച്ചി എഴുതാം. എടാ എന്നടാ വായിനാറ്റ് അങ്ങനല്ല, ഇപ്പം ഇങ്ങനെയൊക്കെ മുട്ടിമുട്ടിയിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിന്ന് വന്ന് നോക്കണം. അതെ അതെ. ഇതിലെ ഇങ്ങനെ ഓരോന്നൊക്കെ പറത്തു. ടീച്ചറാ പക്ഷെ ഈ പ്രാവശ്യം അതിനുള്ള ഇല്ലെന്ന് തോന്നുന്നു. കുഞ്ഞായി പോയി, ക്ഷീണിച്ചു പോയി. വഴക്കൊന്നും ഉണ്ടാക്കിയാൽ ഇപ്പോൾ തനിക്കത് വെറും തോന്നല് മാത്രമാ. നൈറ്റ് ഡ്യൂട്ടിയുടെ എഫക്റ്റ് ഒന്ന് തീരട്ടെ. ഇപ്പൊ ക്ഷീണമാ കൊച്ചേ, 2 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതല്ലേ. എടുക്കണല്ലേ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉഷാറായിട്ട് വരുമ്പം കൊച്ചു നോക്കിക്കോ. എടാ പല്ല് തേച്ചല്ലേ താന് ഉറങ്ങി എണീറ്റ് വായില് പിന്നെ ഇല്ലായിരുന്നോ? അയ്യോ ചേച്ചിയെ കണ്ട എന്റെ സന്തോഷത്തിലാ കേട്ടോ. ഈ 2-3 ദിവസം കഴിയുമ്പോൾ ഈ സന്തോഷം അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇപ്പുറത്തെ മുറിയിലോട്ട് ഓരോ സാധനങ്ങൾ പായുന്ന കാണുമ്പോൾ ഇത് തന്നെ കാണണം. അല്ല, ക്യാമറ ഓണാണോ? ഇവര് എയർപോർട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തത് ഓണാക്കാതെ കേട്ടോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ഓണാക്കിയോന്ന് ചോദിക്കുകയാണ്. ഉറങ്ങുന്നേ തനിക്ക് ഉറക്കത്തെ ആർക്കെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ? എനിക്ക് ഉറക്കാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്ത് ഞാൻ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉറങ്ങാനോ അതോ വേറെ കരി കരി കരിയൊന്നുമല്ലോ ഇരുട്ടോ മുഖത്ത് വിളിച്ചില്ലേ ഇവിടെ ഉണ്ടോ? അന്ന് ഞാൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോയത്. കുളിക്കുന്നുണ്ടോ? അതിനാ ഞാൻ കുളിച്ചിട്ട് വന്നേ. ആണോ? അപ്പൊ കുളിയില്ല പലതേപ്പോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മള് തേച്ചരച്ച് കുളിപ്പിച്ചൊന്ന് മനുഷ്യക്കുഞ്ഞാക്കി എടുക്കണം. ഒത്തിരി വ്യൂവേഴ്സ് കൂടാൻ സാധ്യത, കൂടാൻ ചാൻസ് ഉണ്ടല്ലേ. ഞാനുള്ളതുകൊണ്ട്. കട്ടച്ചായൊക്കെ ഇട്ട് കൊടുത്തു. അവർ കുടിച്ചിട്ട് ചെടുത്തി ഇനി തിങ്കളെ സൊറ പറയാ കേട്ടോ. ഇനിയിപ്പം അപ്പനും മക്കളും കൂടെ തള്ളോട് തള്ളായിരിക്കും. കേട്ട് പോലും ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ട്. സത്യത്തിൽ ചെറുക്കൻ കൊച്ച് നമ്മുടെ വീട്ടിൽ ഇല്ലാതിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നെന്ന് നമുക്കറിയണ്ടേ. അതൊന്നും നമുക്ക് നോക്കാം. അവള് വരുന്ന വീഡിയോ എടുക്കാനും എല്ലാ കാര്യങ്ങളും ക്രമമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ യാത്രാക്ഷീണവും നമ്മുടേതായ പ്രായത്തിന്റെ അലസതയും പക്വതയില്ലായ്മയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്വതയില്ലായ്മയെന്ന് പറഞ്ഞാലോ പ്രായം കൂടുമ്പോ പക്വത ശരിച്ച കുറഞ്ഞോണ്ടിരിക്കും. അങ്ങനെയല്ലേ. അപ്പൊ അത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവനുണ്ടെങ്കിൽ ആ ചേച്ചി വരുന്നതും ഇവിടുന്ന് ഞങ്ങൾ പോകുന്നതും വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കുന്നതും ഇങ്ങോട്ട് ഞാൻ ഇവിടുന്ന് ഒന്നാ പറഞ്ഞു വിട്ടുള്ളൂ, മാനെ അവിടെ ഇറങ്ങി എടുക്കണം. ഇവിടുന്ന് പോകുന്നത് കൊച്ചുവേല ചായ കുടിക്കുന്നെങ്കിൽ എടുക്കണം. ഇത് പറഞ്ഞാ ഞാൻ വിട്ട് 2 എടുത്തില്ല. ഇതൊന്നും ഇല്ല. നാളെ ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം നാളെ രാവിലെ മാളക്കുട്ടി ഏറ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വരുമ്പോ നാളെ രാവിലത്തെ ഇവിടുത്തെ അംഗം ഞാൻ പറയാം. അവനോട് പറഞ്ഞിട്ട് അവൻ കേട്ടുമില്ല. അവൻ വീഡിയോ എടുക്കാൻ പോയിക്കെന്ന് പറഞ്ഞിട്ട് കൊച്ചു പപ്പാനെ രാവിലെ ചീത്ത പറയുന്ന കേട്ടോണ്ടായിരിക്കും ഞങ്ങൾ എണ്ണിക്കുന്നത്. അതെ അതെ, നാളെ ഒരു അംഗമുണ്ട്. നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഇച്ചിരിയൊക്കെ എടുക്കും. സാരമില്ല, പ്രായത്തിന്റേതായ പക്വതയില്ലായ്മയല്ലേ. വിട്ടേരെ ക്ഷമിച്ചു. നേരത്തെ എല്ലാം ഉണ്ട്, അതിലോട്ട് കയറ്റിക്കും. എല്ലാം അറിയാലോ എഡിറ്റിങ്. എന്നാലും എന്റെ ചെറുക്കനില്ലാത്തതിന്റെ പോരായ്മ അറിയാനുണ്ടായിരുന്നു അല്ലേ. അവനുണ്ടെ എല്ലാം ഒപ്പി എടുത്തോണ്ടേ വരുവുള്ളൂ. ഞങ്ങള് പറഞ്ഞു ഛർദിച്ചു കിടന്നാലും ഞാൻ ഒന്ന് ഛർദിക്കട്ടെ എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാന്ന് പറയും. കൂടിനാ ഛർദിക്കുന്നു, അന്നേരം വീഡിയോ അതെ വീഡിയോ എടുക്കാം. അതൊക്കെ അങ്ങനെയാട്ടോ. അതല്ല, പൈസ കിടക്കുന്നത് ഞാനിപ്പോ അത് റെഡിയായിട്ട് അങ്ങ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ പൊന്നും എനിക്ക് രാവിലെ പലിശ കൂട്ടി. ഇനിയിപ്പോ മണി 1 മണിയായി. രാവിലെ അല്ല എന്റെ ഫോൺ ഓഫായി.
ഗൂഗിൾ പേ ചെയ്തേക്കാന്ന് ഓർത്തപ്പോ അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ നാളെ ഗൂഗിൾ പേ ചെയ്ത് കുട്ടമ്മോന് കൊടുക്കാൻ. എനിക്ക് ഗൂഗിൾ പേ ഇല്ല. നാളെ ആവുമ്പോ എനിക്ക് മറവി രോഗം വന്ന എന്നെ ചെയ്യും. പണി പാളി. ഒരാള് പൈസ തരും, ഒരാള് നാളെ ഗൂഗിൾ പേ ചെയ്യുക, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അത് മോളമ്മ ഇന്ന് ചെയ്ത പോലെ ഇന്നലെ എന്റെയും മോടെയും കയ്യില് ഫോണിൽ ഇടാൻ പൈസ തന്നു വിട്ടു. പൈസ ഫോണിൽ ഇട്ടു. ഇന്ന് വീണ്ടും ചെന്നിട്ട് ഒരു 200 കൊടുത്തിട്ട് വീണ്ടും ഫോണിൽ പൈസ ഇട്ടു. മോളമ്മ അപ്പൊ ഡബിൾ ചാർജ് ആയി. ഡബിൾ എന്താ പൈസ അവിടെ കിടന്നോളൂ. കിടക്കൂടി. ഇല്ല പോകുമ്പോ എന്തായാലും മാസം മാസം ചെയ്യണം. അതറിയാതെ പറ്റിപ്പോയതാ. പെട്ടെന്ന് ഒരു ഓർമ്മക്കുറവ് വന്നോണ്ട് പറ്റിപ്പോയതാ. ഞാൻ കാശ് കൊടുക്കുന്നു, ഗൂഗിൾ പേ ചെയ്തു. ഇതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ പ്രായമായി. അതാണ് ഓർമ്മക്കുറവ്. അതാണ് കാര്യം. ഇനിയിപ്പം കയ്യിലിരിക്കുന്ന പൈസ ജോസിനിപ്പം കൊടുത്തു കഴിയുമ്പോഴേ നാളെ രാവിലെ ആകുമ്പത്തേന് ഞാൻ മറന്നു പോവുകയല്ല. അത് ഞാൻ മറക്കുകയല്ല. അത് മാത്രം ഞാൻ മറക്കത്തില്ല. ഇതുകൊണ്ട് മറന്നെങ്കിൽ എനിക്കൊരു ഓർമ്മ കിട്ടാനുള്ള ആദ്യം എനിക്ക് നല്ല ഓർമ്മ, കൊടുക്കാനുള്ള എല്ലാം മറക്കാം. എന്നാ നമുക്കിനി കാപ്പിയൊക്കെ കുടിച്ച് ചാച്ചി ഉറങ്ങാല്ലേ? ജോസേട്ടനും ഇനി ചെന്നിട്ട് കുളി കഴിഞ്ഞിട്ട് അടുത്ത ഓട്ടം എറണാകുളം. അത് കഴിഞ്ഞ് വന്ന് നേരത്തെ വരാൻ പറ്റിയ വൈകിട്ട് എയർപോർട്ടുണ്ട്. ഇനിയോ? നാളെ വേറൊരു കാര്യം കൂടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയാം. ജോസേട്ടൻ ഈ ഓട്ടോ എല്ലാം ഇങ്ങനെ പിടിക്കുന്നത് പൈസയോടുള്ള ഒരു ആർത്തിയോ മറ്റു കാര്യങ്ങളോ കൊണ്ടല്ല. പുള്ളിയെ വിശ്വാസമുള്ള കുറേ മനുഷ്യരുണ്ട്. അവര് പുള്ളിയെ കൊണ്ടേ പോകത്തുള്ളൂ. പുള്ളി വേറൊരു വണ്ടിക്കാരെ വിളിച്ചോണ്ട് പോവുകയാണ്. അതാണ്. അപ്പൊ ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പുള്ളിയുടെ ഉറക്കം നഷ്ടപ്പെട്ടാലും പുള്ളിക്കറിയാം. ഇപ്പൊ 20-25 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് 2 ദിവസം ഉറങ്ങിയില്ലേലും പുള്ളിക്ക് നിയന്ത്രിച്ച് നിൽക്കാൻ പറ്റും. 2-3 ദിവസമൊക്കെ പുള്ളി അത് നിയന്ത്രിച്ച് അങ്ങ് പോകും. അത് സാമ്പത്തികത്തിനോടുള്ള ഒരു ആർത്തിയോ അല്ലാതെ ഉത്കണ്ഠയോ ഒന്നുമല്ല. പുള്ളി അത് അവര് വിശ്വാസമാണ്. ഇപ്പൊ നമ്മളേത് പുള്ളി വന്നാലേ നമുക്ക് വിശ്വാസമുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ ഒത്തിരി പേര് വിശ്വാസം അർപ്പിച്ചു. അത് ശരിയാ കേട്ടോ. നമ്മളിന്നാളെ ഒരു ഓട്ടം വിളിച്ചപ്പം ജോസ് പറഞ്ഞു ഞാനൊരു ഓട്ടത്തിലാ വേറെ ഒരാളെ പറഞ്ഞു വിടാം. അന്നേരം നമുക്ക് മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ടാ. ജോസ് തന്നെ വരണമെന്നാണ് നമ്മുടെ മനസ്സിലെ. അതാണ് അതിന്റെ. എല്ലാവർക്കും അതുപോലെയല്ലേ അല്ലേ? എന്നതായിരുന്നു കിള്ളി പറിക്കുന്ന രണ്ടുപേരും കൂടെ? കയ്യാലേ 2-3 പാടൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കുവാ എന്നാ പറ്റിയേ. ഇനിയിപ്പോ 2-3 ദിവസത്തേക്ക് ചേച്ചിയെ തൂത്ത് തുടച്ച് അവിടെ കയ്യേലും കാലേലും ഒക്കെ ഉള്ളത് മൊത്തം അത് കഴിഞ്ഞാ പ്രശ്നം. അങ്ങനെ തൊട്ടതാണ്. ഒന്ന് കയ്യാൻ തൊട്ടതാ ഈ മോതിരൊക്കെ പോയി. ഒന്ന് കൈ തലടി തന്നതാ ചെയിൻ പോയി. കാലൊന്ന് തൂത്തപ്പോ കൊലുസ് പോയി. മറ്റേ ഒരു ജോസഫ് അച്ഛനില്ലേ പുത്തമ്പുര, പുള്ളി പറഞ്ഞാല് പ്രേമിച്ചോണ്ട് നടക്കുമ്പോ ഇവിടെ ഒരു ഒക്കെ ഇരുന്നാലും കണ്ടുപിടിക്കും എല്ലാം. പ്രേമം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് വെള്ളപ്പാണ്ട് കുടിച്ചാലും തിരിച്ചറിയാം എന്ന് പറഞ്ഞാലേ പരിമ മുട്ടും മുടിയൊക്കെ തൂത്ത് എല്ലാം ഒരു അടിച്ചു മാറ്റിട്ട് പിന്നെ വെള്ളം ഉണ്ടോന്ന് മുഖത്തൊക്കെ തോളയിലൊരു മറവുണ്ട്. അതിനെ കുറിച്ച് വരെ കവിത വർണ്ണനൊക്കെ ആയിരിക്കും. അതിന് വെള്ളപ്പാണ്ട് കുടിച്ചാൽ പോലും നോക്കിയല്ലോ. നമുക്ക് കിടക്കാം. എന്നാലും ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടിച്ചു പൊട്ടിക്കാം.